ഇന്ന് നമ്മൾ പറയുന്ന വിഷയം സ്ട്രോക്കിനെ കുറിച്ചാണ്. സ്ട്രോക്കിന് ആയുർവേദത്തിൽ പക്ഷാഘാതം എന്നാണ് പറയുന്നത്. തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം ഭാഗികമായോ പൂർണ്ണമായോ ഇല്ലാതാവുമ്പോൾ രക്തപ്രവാഹം ഇല്ലാതാവുമ്പോഴാണ് സ്ട്രോക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ തലച്ചോറിലെ സെല്ലുകൾ നശിക്കുകയും പ്രവർത്തനക്ഷമത കുറയുകയും ചെയ്യും. അപ്പോഴാണ് സ്ട്രോക്ക് എന്ന് നമ്മൾ പറയുന്നത്. ലക്ഷണം ശരീരത്തിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ തളർന്നു പോവുക എന്നുള്ളതാണ്. വായൊരു ഭാഗത്തേക്ക് ഓടുക, കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുക, ശക്തമായ തലവേദന ഉണ്ടാകുക, മനസ്സംഘർഷങ്ങൾ ഉണ്ടാകുക, ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട്, വെള്ളം കുടിക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടാവുക, ഇതൊക്കെയാണ് സാമാന്യമായി വരുന്ന ലക്ഷണങ്ങൾ. ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും ഇത് സംഭവിക്കാം. മുമ്പൊക്കെ പ്രായമായ ആളുകളിലായിരുന്നു ഇതുണ്ടായിരുന്നത്. ഇപ്പോൾ കുട്ടികൾക്കും ചെറുപ്പക്കാർക്കും ഈ ഇത്തരം അസുഖങ്ങൾ കണ്ടുവരുന്നുണ്ട്. രക്തപ്രവാഹം തലച്ചോറിലേക്ക് നഷ്ടപ്പെടാനുള്ള കാരണം രണ്ടെണ്ണമാണ്. ഒന്ന്, തലച്ചോറിലേക്ക് വരുന്ന രക്തക്കുഴലുകളിൽ കൊളസ്ട്രോളോ അതുപോലെ ബ്ലോക്കുകൾ വന്നിട്ട് രക്തപ്രവാഹം പൂർണ്ണമായും നിശ്ചലമാവുകയും തലച്ചോറിലുള്ള കോശങ്ങൾക്ക് പോഷണം നഷ്ടപ്പെടുകയും അവ ഡെഡാകുകയും ചെയ്യുന്നൊരവസ്ഥ. രണ്ടാമത്, അമിതമായ രക്തസമ്മർദ്ദം കാരണം രക്തക്കുഴലുകൾ പൊട്ടിയിട്ട് നിന്നും രക്തം പുറത്തേക്ക് ഒഴുകുകയും അത് സെൻറ്ററുകളിൽ, തലച്ചോറിലെ സെൻറ്ററുകളിൽ പ്രവർത്തനക്ഷമ നഷ്ടപ്പെടുത്തുകയും ചെയ്യും. പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു അസുഖമായതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ സമീപിക്കുകയും അതിന് ചികിത്സ തേടുകയാണ് ആദ്യം വേണ്ടത്. ഇതിന് പ്രധാന കാരണം പറയുന്നത് ശരിയല്ലാത്ത ഭക്ഷണക്രമം, അതേപോലെ പ്രായം, BP, ഉയർന്ന രക്തസമ്മർദ്ദം, അതിനെ നിയന്ത്രിക്കാതിരിക്കുക, ഇതൊക്കെ കാരണങ്ങളാണ് ഇത് പെട്ടെന്ന് വരാൻ കാരണം. ഇതല്ലാതെയും തലക്കേറ്റുന്ന പരിക്കുകളോ അല്ലെങ്കിൽ തലച്ചോറിൽ നിന്ന് മുഴകളോ ഇത് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസോ കാരണം ഈ അവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് എന്താണ് രോഗം എന്ന് കണ്ടുപിടിക്കുകയും അതിന് പെട്ടെന്ന് ചികിത്സ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായും മാറ്റാവുന്ന ഒരു അസുഖമാണ്.